എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കമ്മലാണല്ലോ ജിമിക്കി കമ്മൽ. അപ്പോൾ ആ ഒരു കമ്മൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ അതൊരു സന്തോഷം തന്നെയല്ലേ. എന്നാൽ തുടങ്ങല്ലേ. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലത്തെ ബേസാണ് എടുത്തിട്ടുള്ളത്. ജിമിക്കിയുടെ പ്ലാസ്റ്റിക് ബേസാണ്. കൂടെ ഇതുപോലെ ഭംഗിയുള്ള നല്ല റെഡ് കളർ സ്റ്റോണും എടുത്തിട്ടുണ്ട്. ഇനി എടുക്കുന്ന മെറ്റീരിയൽസൊക്കെ കൂടെ പറഞ്ഞു പോവാം. അപ്പോൾ നമ്മൾ തുടങ്ങാണ്. ആദ്യം തന്നെ നമ്മുടെ ഈ ബേസിലൊന്ന് ഗമ്മ് തേച്ച് കൊടുക്കുക. ഇവിടെ ഉപയോഗിക്കുന്ന ഗമ്മ് B7000 ഗമ്മാണ്. ഈ ഗമ്മ് വെച്ച സ്ഥലത്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു സ്റ്റോണാണ് ഒട്ടിക്കുന്നത്. റൗണ്ടിൽ ചുറ്റും ഇതുപോലെ ഒരു കുറച്ച് ഭാഗം ആ ഒരു ബേസിൻ്റെ താഴത്തേക്ക് വരുന്ന രീതിയിൽ ഒട്ടിച്ച് റൗണ്ട് ഫുള്ളും ഒട്ടിച്ചെടുക്കുക. ഒരേ ലെവലിൽ തന്നെ താഴത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ ഒട്ടിക്കണം. സ്റ്റോൺ ഒട്ടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സ്റ്റിക്കിംഗ് പെന്നോ എന്തെങ്കിലും ഒരു ടൂൾ എടുത്തിട്ട് വേണം ഒട്ടിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലും അതുപോലെ സ്റ്റോണിലും മുമ്പൊട്ടിച്ച സ്റ്റോണിലും ഒക്കെ ഗമ്മായിട്ട് ആകെ വൃത്തികേടായി പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ വീഡിയോസിലും അത് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഇതുപോലെ കൈ കൊണ്ട് തന്നെയായിരുന്നു ഒട്ടിക്കുക. അപ്പോൾ ഒരുപാട് വൃത്തികേടായിട്ട് ഒരുപാട് സാധനം ഞാൻ നിങ്ങളെ കാണിക്കാണ്ട് കളഞ്ഞിട്ടുണ്ട്. സ്റ്റോണിൻ്റെ മുകളിലൊക്കെ ഗമ്മായിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതുപോലെ ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വൃത്തിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്തതായി വേണ്ടത് ഇതുപോലത്തെ ക്രിസ്റ്റൽ സ്റ്റോണുകളാണ്. ഈ സ്റ്റോണുകളുടെ അടിഭാഗം ട്രയാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ ഗമ്മ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതവിടെ കറക്റ്റ് അവിടെ സ്റ്റിക്കായി നിന്നോളും. എവിടെയാണ് ഇത് ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റോണുകളുടെ ഇടയ്ക്കൊരു സ്ഥലം ഉണ്ടല്ലോ, ഇതുപോലെ വെള്ള ഭാഗം കാണുന്നത്, അവിടെയാണ് ഈ ഒരു ക്രിസ്റ്റൽ സ്റ്റോണുകൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ചില ഭാഗമൊക്കെ ഇതുപോലെ മങ്ങിപ്പോയിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ ചുറ്റും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ബാക്കി ഭാഗം കൂടി ഒട്ടിച്ചെടുക്കണം. മുകൾ ഭാഗത്ത് ഇതുപോലത്തെ ഗോൾഡ് കളറുള്ള സ്റ്റോൺ ചെയിനാണ് ഒട്ടിക്കുന്നത്. സ്റ്റോൺ ചെയിൻ്റെ ചെറിയൊരു പീസ് മതിയാവും. ഇത്ര മാത്രം റൗണ്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. തമ്മിൽ ഒട്ടുന്ന ഭാഗം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റോൺ ചെയിൻ വെക്കുമ്പോൾ തിരിഞ്ഞൊന്നും പോകരുത്. കറക്റ്റ് സ്റ്റോൺ മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് ഒട്ടിച്ച് ഇതുപോലെ എടുക്കുക. ഇനി വേണ്ടത് ഒരു ബോൾ ചെയിനാണ്. ബോൾ ചെയിൻ റെഡ് കളറ് ബോൾ ചെയിൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു സ്റ്റോൺ ചെയിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആ ഒരു റൗണ്ടിൽ ഈ ബോൾ ചെയിൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും ബോൾ ചെയിൻ തന്നെ ഒട്ടിച്ചെടുക്കുക. ആ ഒരു മുകൾ ഭാഗത്ത് അത്ര ഭാഗം മാത്രം മതി. 2 ലെയർ ബോൾ ചെയിൻ കൂടെ കഴിഞ്ഞാൽ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ ജിമിക്കി ആയിട്ടുണ്ട്. ഇനി അതിനെന്ത് വേണം? സ്റ്റഡ് വേണം അല്ലേ. സ്റ്റഡിന് വേണ്ടിയിട്ട് OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഷീറ്റിലൊന്ന് ഗമ്മ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഗോൾഡ് സ്റ്റോൺ ചെയിനില്ലേ, അത് ഇതുപോലെ 3 സ്റ്റോൺ വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് 3 സെറ്റ് എടുത്ത് വെക്കുക. അതാണ് സുഖം. ഞാനിവിടെ ഓരോ സ്റ്റോൺ ഒട്ടിക്കുകയാണ് ചെയ്തത്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ 3 സ്റ്റോൺ വരുന്ന രീതിയിൽ 3 സെറ്റ് ഒരു കമ്മലിലേക്ക് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ചെരിച്ച് ഒട്ടിക്കണം. എങ്ങനെയാണ് ചെരിച്ച് ഒട്ടിച്ചിട്ടുള്ളതെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ. ഇപ്പോൾ ഫുള്ളായിട്ടും ഒട്ടിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സെറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവുക. ഇനി ഇതിന് ചുറ്റും നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് നേരത്തെ എടുത്ത സെയിം സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ, റെഡ് കളർ സ്റ്റോൺ ചെയിൻ. ഇതിന് ചുറ്റും ഓരോ പീസ് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ചുറ്റും 4 പീസും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ചെറിയൊരു പരിപാടിയുള്ളത്. എന്താണെന്നറിയോ? നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിസ്റ്റൽ സ്റ്റോൺ ഉണ്ടല്ലോ, അതിനെ ഇതുപോലെ ഒന്ന് ഗമ്മ തേച്ചിട്ട് ഒരു 4 സ്റ്റോണ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതും കൂടെ ഒട്ടിച്ചെടുത്താൽ നമ്മുടെ ജിമിക്കിയുടെ സ്റ്റഡിനുണ്ടല്ലോ നല്ല 3D ലുക്കായിരിക്കും കാണാൻ. ബാക്കി പരിപാടി എന്താ? ഇനി ഈ OHP ഷീറ്റിൽ നിന്ന് നമ്മുടെ സ്റ്റഡ് ഒന്ന് കട്ട് ചെയ്യുക. നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു ഐപ്പിന്ന് വേണം. ഐപ്പിന്ന് കൂടെ ബാക്ക് സ്റ്റഡ്. ഐപ്പിന്നൊന്ന് കുഞ്ഞതാക്കി കട്ട് ചെയ്തെടുക്കുക. ഐപ്പിന്ന് എടുത്താൽ മാത്രം പോരല്ലേ, കട്ട് ചെയ്യണ്ടേ. ഇതുപോലെ കുഞ്ഞതാക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റഡിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്നുകൂടി ഗമ്മ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എന്താ ഒട്ടിക്കുന്നതെന്നറിയോ? നമ്മുടെ ബാക്ക് സ്റ്റഡ് ഒരു വാക്സ് സ്ട്രിപ്പ് പേപ്പറിൽ ഒന്ന് വെച്ചിട്ട് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്ക് സ്റ്റഡ് വേഗം ഒന്നും പറഞ്ഞു പോരില്ല. അടുത്തത് ഒരു ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. അതിൽ ഉള്ളിലൊരു മുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മുടെ ജിമിക്കീൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കമ്പി തെന്നി കളിക്കും. അപ്പോൾ ഇതുപോലെയാണെങ്കിൽ
ഹെഡ് പിൻ ഒന്നും ആവില്ല കേട്ടോ. അടിയിലിടുന്നത് ഏത് കളറിലുള്ള മുത്തായാലും കുഴപ്പമില്ല, കാണില്ല. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലത്തെ നല്ല ഗോൾഡ് കളറിലുള്ള ഒരു മുത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം സെറ്റായിട്ട് അവിടെ അനങ്ങാണ്ടിരുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഈ ഒരു ഹെഡ് പിന്നിൻ്റെ നീളം ഒന്ന് കുറച്ച് കൊടുക്കുക. പിന്നെ നോസ് പ്ലെയറും കൊണ്ട് ഇതുപോലെ ഒന്ന് ലൂപ്പ് ചെയ്ത് കൊടുക്കുക. അതുകൂടെ കഴിഞ്ഞാൽ ജിമിക്കീൻ്റെയും ഫുള്ളായിട്ടുള്ള പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനം എന്താ ചെയ്യാനുള്ളൂ, നമ്മുടെ സ്റ്റഡും തൂക്കും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തും കൂടെ കൊടുത്താൽ ജിമിക്കി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ, വളരെ സിമ്പിളല്ലേ ചെയ്യാൻ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡ്രസ്സിനൊക്കെ മാച്ചായിട്ടുള്ള സ്റ്റോണുകളൊക്കെ മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് വാങ്ങി നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇനി അടുത്തൊരു കമ്മലും കൂടെ കാണിക്കുക. അത് ജിമിക്കിയല്ല, ഒരു മൾട്ടി കളർ ഇയറിങ്സ് ആണ്. എന്നാവാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി കളർ ഇയറിങ്സിന് വേണ്ടിയിട്ട് 3 കളറുള്ള സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ബ്ലൂ, യെല്ലോ, റെഡ്, അതാണ് 3 കളർ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ OGP ഷീറ്റിൽ ഗമ്മ തേക്കുന്നു. ഇനി ഈ സ്റ്റോണുകളെ ചറപറ ഒട്ടിക്കലാണ് അടുത്ത പരിപാടികൾ. ഈ B7000 ഗമ്മിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ഏരിയയിൽ തേച്ച് കഴിഞ്ഞാൽ വേഗം ഒട്ടിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അടുത്തത് ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഗമ്മ് ഡ്രൈ ആയിട്ട് വീണ്ടും തേക്കേണ്ടി വരും. അപ്പോൾ വേഗം സ്പീഡിൽ ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ യെല്ലോ ഒട്ടിച്ചു, പിന്നെ ഡാർക്ക് റെഡ് ഒട്ടിച്ചു, പിന്നെ യെല്ലോ ഒട്ടിക്കുന്നു. അങ്ങനെ ഒരു ഫ്ലവർ ആവുന്നത് വരെ ഡാർക്ക് റെഡും യെല്ലോയും മിക്സ്ഡാക്കി ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫുള്ളായിട്ടും ഒട്ടിച്ചൊരു ഫ്ലവർ പോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ ബ്ലൂ കടന്നു വരുന്നത്. ബ്ലൂ എവിടെയാണ് ഒട്ടിക്കേണ്ടത്? ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഗമ്മ തേച്ചിട്ട് ബ്ലൂ സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കുക. ദാ ഈ ഒരു ഷേപ്പിലാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മഞ്ഞയുടെ അടുത്ത് ഇതുപോലത്തെ ബോൾ ചെയിൻ ഒട്ടിക്കുന്നുണ്ട്. ഒരു യെല്ലോ സ്റ്റോൺ ഒട്ടിച്ചെടുത്തല്ല, 3 യെല്ലോ സ്റ്റോൺ ഒട്ടിച്ചെടുത്തും ഇതുപോലെ ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സ്റ്റഡാണ്. സ്റ്റഡും ഇതേ ഷീറ്റിൽ തന്നെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആദ്യം ഒട്ടിക്കുന്നത് ബ്ലൂ കളർ സ്റ്റോണാണ്. സ്റ്റോണിന് ചുറ്റും ഇതുപോലത്തെ യെല്ലോ കളറ് ക്രിസ്റ്റൽ ബീഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ക്രിസ്റ്റൽ സ്റ്റോണിൻ്റെ അടിഭാഗം ട്രയാങ്കിൾ ഷേപ്പാണ്. ഗമ്മ തേച്ചിട്ട് അവിടെ എങ്ങോട്ട് വെച്ച് കൊടുത്താൽ അവനവിടെ അടങ്ങി ഒതുങ്ങി അങ്ങ് നിന്നോളൂ കേട്ടോ. അങ്ങനെ ചുറ്റും ആ ഒരു ബ്ലൂ കളറിന് ചുറ്റും നമ്മുടെ ക്രിസ്റ്റൽ സ്റ്റോണും കൂടെ ഒട്ടിച്ചെടുക്കുക. ഇനി ആ OGP ഷീറ്റ് നല്ല വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ. ഇനി പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ വീണ്ടും നമ്മൾ ക്രിസ്റ്റൽ സ്റ്റോണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഗമ്മ തേച്ച് അവിടെ വെച്ച് കൊടുത്താൽ അവരവിടെ ഇരുന്നോളും. അങ്ങനെ മുഴുവൻ ഒട്ടിച്ചെടുക്കുക. ഇനി ഇതുപോലത്തെ ഹെഡ് പിന്നാണ് ആവശ്യം. ഹെഡ് പിന്നിലേക്ക് ഇതുപോലത്തെ ഗോൾഡൻ ഡ്രോപ്പ് ഷേപ്പുള്ള മുത്താണ് ഇട്ട് കൊടുക്കുന്നത്. ക്രിസ്റ്റൽ ബീഡാണ് ഇതിൻ്റെ പേര്. ഇവന് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് ഗമ്മ തേച്ചിട്ട് ഓരോ ഹെഡ് പിന്നിലും ഓരോ ബീഡ് ഇട്ടിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഹാങ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അവിടെ ഇരുന്നോളും. ഇതൊക്കെ വേഗം സ്പീഡിൽ അങ്ങ് പോവാല്ലേ. ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കുന്നത് കാണിക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ടാവില്ലേ. അപ്പോൾ അത് വേഗം കാണിച്ചിട്ടുണ്ട്, സ്പീഡിൽ അങ്ങ് ആക്കിയിട്ടുണ്ട്, ഫുള്ളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്തൊരു ഐപ്പിന്നാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അവസാനത്തെ പരിപാടി, ഒരു വാക്സ് സ്ട്രിപ്പ് പേപ്പർ അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. അതോടെ കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡിലാണ് പരിപാടി. സ്റ്റഡിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് ഗമ്മ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഐപ്പിന് താഴത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഒരു വാക്സ് സ്ട്രിപ്പ് പേപ്പറിൽ ഒരു ബാക്ക് സ്റ്റഡും കൂടെ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. ഞാനതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സ്റ്റഡിൻ്റെ സൈഡിലൊരു സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചായിരുന്നു. അത് പിന്നെ ഈ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ പറിച്ചളഞ്ഞു കേട്ടോ. എന്താ വെച്ചാൽ അതിനോട് ചേരുന്നില്ലായിരുന്നു. ഇനി സ്റ്റഡും തൂക്കും കൂടി ഹാങ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കമ്മൽ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപാടികളൊക്കെ സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ അറിയിക്കണം. കൂടാതെ എൻ്റെ വീഡിയോസിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നേക്കും വരെ ടാറ്റാ, ബൈ ബൈ.